ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലെറ്റ്സ് ചാറ്റ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ലളിതാംബിക അന്തർജനം എഴുതിയിട്ടുള്ള ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി മനുഷ്യപുത്രി എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ദ സ്റ്റോറി മനുഷ്യപുത്രി Daughter of Humanity was published in an anthology of translations of Lalithambika's stories published in 2000 titled Cast Me Out If You Will. അപ്പോൾ Cast Me Out If You Will എന്നുള്ള ലളിതാംബിക അന്തർജനത്തിൻ്റെ ആന്തോളജിയിലെ ഒരു ഭാഗമാണ്. അതിലത്തെ ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള മനുഷ്യപുത്രി അല്ലെങ്കിൽ ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി. ദ സ്റ്റോറി റെപ്രസെൻറ്റ്സ് ആൻ ഏജ് ഓഫ് ട്രാൻസിഷൻ ഇൻ ദ സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ ഒരു ചേഞ്ച് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സാമൂഹികമായിട്ട് ചരിത്രം നോക്കുന്ന സമയത്ത് വന്നിട്ടുള്ള ഒരു ചേഞ്ചിനെ കുറിച്ചുള്ള ഒരു കഥയാണ് നമുക്ക് ഈ പഠിക്കാനുള്ളത്. ഇറ്റ് വാസ് റിട്ടൺ ആഫ്റ്റർ ദ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഹാഡ് എനാക്റ്റഡ് ദ ലാൻഡ് റിഫോംസ് ഇൻ 1959 വിച്ച് എഫക്റ്റീവ്ലി പുട്ട് ആൻ എൻഡ് ടു ദ ജന്മി സിസ്റ്റം ഇൻ ദ സ്റ്റേറ്റ്. അതായത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഭൂപരിഷ്കരണ നിയമം, അതായത് ഭൂപരിഷ്കരണ നിയമത്തിൽ വന്നിട്ടുള്ള, അതായത് ഭൂമിയിലെ കൈവശാവകാശത്തിനനുസരിച്ചിട്ട് അത്രയും കാലം ഉണ്ടായിരുന്നത് ഉയർന്ന ജാതിക്കാർ ജന്മിമാരായിട്ട് വേണിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ആ ഏരിയയിലുള്ള എല്ലാ സ്ഥലങ്ങളും വളരെ കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ കർഷകർ പാട്ടത്തിനെടുത്ത് അതിൽ പണിയെടുക്കുകയും അതിൻ്റെ ഒരു ഭാഗം ഈ ജന്മികൾക്ക് കൊടുക്കുക, അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ കർഷകർക്ക് കിട്ടുക എന്നുള്ള ഒരു രീതിയൊക്കെയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെയൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് വന്നിട്ടുള്ളൊരു നിയമമായിരുന്നു ഭൂപരിഷ്കരണ നിയമം. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന്, ഈ ജന്മി സിസ്റ്റം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. രണ്ട്, ഇത്തരത്തിലുള്ള ഈ ഒരു ഉയർന്ന ജാതിയിലുള്ള ഫാമിലികൾക്ക് അല്ലെങ്കിൽ ജന്മിമാർക്കൊക്കെ ഒരു ലിമിറ്റ് വയ്ക്കാം. അതായത് ഇത്ര ഏക്കർ സ്ഥലമാണ് ഒരു ഫാമിലിക്ക് പാടുള്ളൂ, അതിൻ്റെ മേലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിന് കൊടുക്കുക എന്നുള്ളൊരു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ കൈവശം മാറിപ്പോവും, അല്ലെങ്കിൽ കർഷകർക്ക് ഈ അവകാശം കിട്ടുക എന്നുള്ള രീതിക്കുള്ള കുറേ ചേഞ്ചസ് അവിടെ വരുന്നുണ്ടായി. അതേപോലെ തന്നെ അത്രയും കാലം ലീസ് ഹോൾഡേഴ്സ് ആയിരുന്ന ഫാമേഴ്സ്, അല്ലെങ്കിൽ അവിടെ പണിയെടുത്തിരുന്നല്ല അതിനെ പാട്ടത്തിനെടുത്ത് പണി ചെയ്തിരുന്ന വലിയ ഫാമേഴ്സ് കാര്യങ്ങൾ, അവരൊക്കെ പിന്നീട് എന്തായി മാറുകയാണ്, ആ ഭൂമിയുടെ ഓണേഴ്സായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവാണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് ഭൂപരിഷ്കരണ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ സ്റ്റോറി നടക്കുന്നത്. Though the reforms emancipated thousands from bonded labor, it had some unexpected and unnoticed outcomes like the one which forms the theme of the story. അപ്പം നമ്മൾ പെട്ടെന്ന് കാണുകയാണെങ്കിൽ ഓക്കെ, ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ ജന്മിമാരുടെ കാൽക്കീഴിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ ആ ഒരു ബന്ധനത്തിൽ നിന്നും ഒരു മോചനം കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ അതേ സമയം തന്നെ വേറൊരു മുഖം കൂടി ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു നിയമം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. In the story, she raises the difficult question of what would happen to the women in the നമ്പൂതിരി households that were breaking up. അപ്പോൾ ഇത്തരത്തിൽ നമ്പൂതിരിമാരുടെ കയ്യിലുള്ള സ്ഥലങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയിലൊക്കെ അത്തരം കുടുംബങ്ങളിലുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്താണ് എന്നാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാൻ സാധിക്കുക. എ വുമൺ ഫ്രം എ നമ്പൂതിരി ഹൗസ്ഹോൾഡ്, കുഞ്ഞാത്തോളമ്മ, വിസിറ്റ്സ് എ മിനിസ്റ്റർ വിത്ത് എ സ്മോൾ പ്രെയർ. അപ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ട് ഒരു അമ്മയുടെ ക്യാരക്ടറായിട്ട് വരുന്ന ഒരാളാണ് കുഞ്ഞാത്തലമ്മ എന്നാണ് മലയാളത്തിൽ വരുന്നത്. അപ്പോൾ കുഞ്ഞാത്തലമ്മ അവിടുത്തെ ഒരു മിനിസ്റ്ററിനെ കാണാൻ പോകുന്നത്, മിനിസ്റ്ററും അവരും തമ്മിലുള്ള ബന്ധം എന്താണ്, അതൊക്കെയാണ് നമുക്ക് ഇതൊരു ടെക്സ്റ്റിനകത്ത് വരുന്നത്. ഇറ്റ് ഈസ് എ മൊമെൻറ്റ് ഓഫ് സ്റ്റാർട്ട്ലിംഗ് റിയലൈസേഷൻ ഫോർ ഹിം. അതൊരു അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവായിരുന്നു. മനുഷ്യപുത്രി വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ആസ് ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി ബൈ ഗീതാ കൃഷ്ണൻകുട്ടി, എ വെൽ നോൺ സ്കോളർ ആൻഡ് അക്കംപ്ലിഷ്ഡ് ട്രാൻസ്ലേറ്റർ. അപ്പോൾ വർക്ക് ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ള രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ഗീതാ കൃഷ്ണൻകുട്ടിയാണ്. നമുക്ക് ടെക്സ്റ്റിലോട്ട് പോവാം. It was 3 o'clock when he arrived home after a long and exhausting journey. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു മിനിസ്റ്റർ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ കുറേ ഒരുപാട് തിരക്കുള്ള ഒരാളായിരിക്കുമല്ലോ. അപ്പോൾ ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് അവസാനം വൈകുന്നേരം ഒരു 3 മണി ആയപ്പോഴേക്കാണ് അദ്ദേഹം വീട്ടിലേക്ക് എത്തുന്നത്. There was a committee meeting at 4, 4 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. എ പബ്ലിക് മീറ്റിംഗ് at 5, പബ്ലിക് മീറ്റിംഗ് 5 മണിക്ക് വേറെ ഉണ്ട്. സം ഇമ്പോർട്ടൻറ്റ് ഇൻ്റർവ്യൂസ് ബിറ്റ്വീൻ 6:15 and 7. അപ്പോൾ 6:15 മണിയൊക്കെ ആകുമ്പോഴേക്കും വേറെ കുറേ ഇൻ്റർവ്യൂസ് ഉണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് someone to visit. പിന്നെ ഒരാളെ കാണാനുണ്ട്. അതായത് ഇനിയും കുറേ പണികൾ കിടക്കുന്നുണ്ട്. He was aghast to find a crowd waiting to see him in the antroom. ഇപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലും കുറേ ആളുകൾ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. Why did they not realize that he was a human being and not made of stone or steel? അപ്പോൾ അദ്ദേഹം തോന്നുകയാണ്, ഞാനൊരു മനുഷ്യനല്ലേ, ഞാനൊരു സ്റ്റീൽ കൊണ്ടോ സ്റ്റോൺ കൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ലോ എന്നുള്ളത് എന്തുകൊണ്ട് അവർ ആലോചിക്കുന്നില്ല, വീട്ടിലും എനിക്ക് സ്വയം തരുന്നില്ലോ എന്നൊരു ചിന്ത വരികയാണ്. How could he hope to complete the tasks he had set himself when each minute contained only 60 seconds? അപ്പോൾ ഒരു മിനിറ്റ് 60 സെക്കൻഡ്സ് അല്ലേ ഉള്ളൂ എന്ന് തോന്നുന്നു. കാരണം അത്രയും തിരക്കിൽ അയാൾ ഓടിക്കൊണ്ട് നടക്കുകയാണ്. He was always in a hurry, rushing to keep pace. He thought maybe he should never have started this marathon race. അപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട് ഇങ്ങനൊരു പരിപാടിക്ക് നിൽക്കണ്ടായിരുന്നു എന്നുള്ളൊരു രീതിക്ക് വരെ തോന്നുന്ന അത്രയും തിരക്കാണ് അദ്ദേഹത്തിന്.
As he collapsed into his office chair, he found that he had severe headache. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വന്ന് അവിടെ അങ്ങനെ ആ ചെയറിൽ ഇരുന്നപ്പോഴേക്കും ഭയങ്കര തലവേദന ഫീൽ ചെയ്യാണ്. ഇറ്റ് occurred to him that he had not had time to bath or eat that day. അപ്പോൾ ഫുഡ് കഴിക്കാനും കുളിക്കാനും ഒന്നിനും നേരം കിട്ടിയിട്ടില്ല. In any case, he always found it difficult to organize this day. He would eat, sleep and rest whenever he could. That was all. എപ്പോഴാണ് ടൈം കിട്ടുന്നത് അപ്പോഴാണ് ഒന്ന് റെസ്റ്റ് ചെയ്യാനോ ഫുഡ് കഴിക്കാനോ കുളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അല്ലാണ്ട് അതിനായിട്ട് സമയമൊന്നും കീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. There was hardly any time to spend with the little child whose arrival he had awaited with such great longing. ഒരുപാട് കാത്തിരുന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു കുഞ്ഞിൻ്റെ വരവ് പോലും അദ്ദേഹത്തിന് നേരം പോലെ ഒന്ന് സമയം സ്പെൻഡ് ചെയ്ത് ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ല. As the leader of a political party, he had to be at the service of the public. പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ലീഡർ എന്നുള്ള രീതിക്ക് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, പബ്ലിക്കിനെ സർവീസ് ചെയ്യുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. ഹി വാസ് അവെയർ ദാറ്റ് ഹി ഹാഡ് ടു എൻജോയ് സർട്ടൻ ഡിസ്കംഫർട്ട്സ് ആൻഡ് ഇൻകൺവീനിയൻസസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ദി പ്ലഷേഴ്സ് ആൻഡ് പ്രിവിലേജസ് ഓഫ് ഹിസ് പൊസിഷൻ. ദാറ്റ് വാസ് വൈ വെൻ ഹി എൻജോയ്ഡ് ദ റിസപ്ഷൻ റൂം ഹി കൺട്രോൾഡ് ഹിസ് ഇറിറ്റേഷൻ, സ്മൈൽ പ്ലസൻ്റ്ലി ആൻഡ് ടോക്ക് ടു എവരി വൺ ആസ് ഹി വാസ് എക്സ്പെക്റ്റഡ് ടു. അപ്പോൾ അദ്ദേഹം എത്രയൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടൈമില്ലാണ്ട് ദേഷ്യം വന്ന് ഇങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ മെൻ്റലി ഡൗൺ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ആളുകളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹം വളരെ പ്ലസൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് അറിയാം ഇറ്റ് ഇസ് മൈ ഡ്യൂട്ടി എന്നുള്ള അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ പ്ലസൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് സ്മൈൽ ചെയ്തുകൊണ്ടാണ് എപ്പോഴും ആളുകളെ ഫേസ് ചെയ്യാറുള്ളത്. ബട്ട് വെൻ ഹിസ് സെക്രട്ടറി ബ്രോട്ട് ഹിം ദ നെയിംസ് ഓഫ് ദോസ് ഹു വർ വെയിറ്റിംഗ് ടു സീ ഹിം ഹി ലോസ്റ്റ് ഹിസ് ടെമ്പർ. പക്ഷേ ഇന്ന് ഇപ്രാവശ്യം എന്തായാലും ഇനി വെയിറ്റ് ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരികയാണ്. ടെൽ ദോസ് ഐഡ്ലേഴ്സ് ദാറ്റ് ഐ ഹാവ് നോ ടൈം ഫോർ എനി വൺ ടുഡേ. ഐ ഡോണ്ട് ഫീൽ വെൽ. ബിസൈഡ്സ് ഐ ഡോണ്ട് യൂഷ്വലി സീ പീപ്പിൾ അറ്റ് ദിസ് അവർ. ആസ്ക് ദം ടു കം ബാക്ക് ടുമോറോ മോർണിംഗ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് നാളെ വരാൻ പറയും, എനിക്ക് തീരെ വയ്യ, അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് അവരെയൊന്നും വിസിറ്റേഴ്സിനെ അലൗ ചെയ്യാറില്ലല്ലോ എന്ന് അദ്ദേഹം പറയുകയാണ് സെക്രട്ടറിയോട്. ദ സെക്രട്ടറി സ്മൈൽ ടു ഹിംസെൽഫ് ആൻഡ് വെയിറ്റഡ് പേഷ്യൻ്റ്ലി. അപ്പോൾ സെക്രട്ടറി എന്ത് ചെയ്യാണ്, ഒന്ന് ചിരിച്ചിട്ട് ഇങ്ങനെ വളരെ പേഷ്യൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഹി ന്യൂ ദാറ്റ് ഷീ വുഡ് സീ ഓൾ ഓഫ് ദം ആൻഡ് ലിസൺ ടു വാട്ട് ദേ ഹാഡ് ടു ടെൽ ഹിം ബിഫോർ ഹി ഹാഡ് ലഞ്ച്. ഇറ്റ് വാസ് പോസിബിൾ ദാറ്റ് ഹി വുഡ് ഈവൻ ഫോർഗോ ലഞ്ച് ഇൻ ഓർഡർ ടു ഗെറ്റ് ടു ദ മീറ്റിംഗ് ഓൺ ടൈം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അല്ല സെക്രട്ടറിക്ക് അറിയാം തൻ്റെ സാർ അല്ലെങ്കിൽ മിനിസ്റ്റർ എന്ത് ചെയ്യും, ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ മീറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും ഫുഡ് കഴിക്കാണ്ടാണെങ്കിലും അദ്ദേഹം അവരെ കണ്ടോളും, ഇപ്പോഴത്തെ ദേഷ്യത്തിന് ഇങ്ങനെ പറയുന്നതാണെന്ന് സെക്രട്ടറിക്ക് അറിയായിരുന്നു. After all, that was how he had risen to his position as chief of the party. അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ഹെഡായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ആൻഡ് ദാറ്റ് വാസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ. അത് തന്നെയാണ് സംഭവിച്ചതും. വെൻ ദ ലാസ്റ്റ് വിസിറ്റർ ദ ഓഫീസ് the secretary came and said softly, there is a woman waiting to see you. She looks very poor and has come from quite far away. അപ്പോൾ അദ്ദേഹം പറയാണ്, ലാസ്റ്റത്തെ അവസാനത്തെ വിസിറ്ററും കഴിഞ്ഞപ്പോൾ സെക്രട്ടറി വന്ന് പറയാണ്, ഒരു ലേഡി കൂടെ കാണാൻ കാത്ത് നിൽക്കുന്നുണ്ട്. ഐ ഡിഡ് നോട്ട് ബ്രിങ് ഹർ ഇൻ ഏർലിയർ ബിക്കോസ് ഷീ സെഡ് ഷീ വാണ്ടഡ് ടു സീ യു അലോൺ. അപ്പോൾ അവരെ മുൻകൂട്ടി ആദ്യം കൊണ്ടുവരാതിരുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് കാണണമെന്ന സ്ത്രീ പറഞ്ഞതുകൊണ്ടായിരുന്നു, ഒരുപാട് ദൂരത്തുനിന്ന് വന്നതാണ് എന്ന് പറയാണ്. The man banged the table angrily. An ink bottle overturned and papers flew mildly. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് മിനിസ്റ്റർ എന്ത് ചെയ്യാൻ ആ ഒരു ടേബിളിൽ ഇങ്ങനെ കൊട്ടുകയാണ്, അടിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഇങ്കിൻ്റെ ബോട്ടിലൊക്കെ അവിടെ നിന്ന് തെറിച്ച് വീഴുന്നുണ്ട്. Do you want to kill me? Tell her that I am human, I am tired, ask her to come tomorrow. I don't care who she is, it's 4:30 and I am late. അപ്പോൾ 4 മണിക്ക് മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്, പക്ഷേ ഇപ്പോൾ 4:30 മണിയായി, ഇനി ആരാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ എന്നെ കൊല്ലുകയാണോ വേണ്ടെന്ന് ചോദിക്കുകയാണ്. അതിന് ആര് തന്നെയാണ് അവരെന്നുണ്ടെങ്കിലും ഞാൻ ടയേർഡാണ്, അതുകൊണ്ട് നാളെ വരാൻ പറയൂ എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യാണ്. The secretary responded quietly and respectfully, I think that would be unkind. She arrived very early this morning and has not eaten a morsel all day. She is tired, she has walked a long way. അപ്പോൾ അദ്ദേഹം പറയണത് ഭയങ്കര എന്താ പറയുക, ഒരു ദയയില്ലാത്തൊരു കാര്യമായി പോകും, ക്രൂരതയായി പോകും. കാരണം അവർ വളരെ നേരത്തെ ഇവിടെ വന്നിട്ടുള്ളതാണ്, ഒരു പിടി ചോറ് പോലെ, അതായത് ഒന്നും കഴിച്ചിട്ടില്ല, ഒരു ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അവർ വളരെ ടയേർഡാണ്, ഒരുപാട് ദൂരത്തുനിന്ന് വന്നതാണ്. All she wants is to see you for a minute. She said she will go away at once. നിങ്ങളൊന്ന് കാണണമെന്ന് മാത്രമാണ് ആ സ്ത്രീ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്കവരെ വിളിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പറഞ്ഞു വിടുന്നത് ഭയങ്കര മോശമാണെന്ന് അദ്ദേഹം പറയുകയാണ്. He looked indifferently at the person who moved the expensive curtain aside and followed his secretary into the room. അങ്ങനെ അയാൾ സെക്രട്ടറി ആ ലേഡീനെ അകത്തേക്ക് കൊണ്ടുവരാണ്. What an odd creature. She was completely enveloped in a mundu and held an old worn palm leaf umbrella.
ഒരു മുണ്ടാണ് ഇങ്ങനെ കവർ ചെയ്തിട്ട്, അതായത് ഒരു ഫുൾ മുണ്ട് കൊണ്ടാണ് അവരുടെ ബോഡി ഫുൾ അവർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹെൽഡ് ആൻ ഓൾഡ് വോൺ പാം ലീഫ് അംബ്രല്ല, ഒരു ഓലക്കൊട പട്ടക്കൊട എന്നൊക്കെ പറയുന്ന ടൈപ്പുള്ള അംബ്രല്ലയാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹെർ ലോങ് ഇയർ ലോബ്സ് ഡാങ്കിൾഡ് ആസ് ഷീ വോക്കഡ്. അപ്പോൾ ആ ഒരു ഇയർ ലോബ്സ് ഒക്കെ ഇങ്ങനെ തൂങ്ങിയിട്ട് നല്ല വെയിറ്റുള്ള കമ്മലുകളൊക്കെ ഇടുന്നവരുടെ അതിങ്ങനെ തൂങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. ഷീ കവേർഡ് ബാക്ക് ഇൻ ടു എ കോർണർ ഓഫ് ദ ബിഗ് റൂം ലുക്കിംഗ് ലൈക്ക് എ ക്യാരക്ടർ ഹു ഹാഡ് സ്റ്റെപ്ഡ് ഔട്ട് ഓഫ് ആൻ 18th century സ്റ്റോറി ബുക്ക്. എ ലിറ്റിൽ 7-year-old ബോയ് ക്ലങ് ടു ഹെർ നീസ്. അപ്പോൾ അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 18th centuryയിലത്തെ സ്റ്റോറി ബുക്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കഥാപാത്രത്തിനെ പോലത്തെ വസ്ത്രധാരണമായിരുന്നു. കൂടെ ഒരു 7 വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു. The leader was puzzled. There seemed something familiar about the woman, some likeness that evoked an image from the past, but he was not quite certain. അപ്പോൾ അദ്ദേഹത്തിന് കണ്ട് നല്ല പരിചയമുണ്ട്, പക്ഷേ ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. Suddenly he rose from his chair. The visitor continued to wait quietly, her eyes fixed on the ground. അപ്പോൾ അവരിങ്ങനെ താഴേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. He tried not to let her impatience show and spoke gently. Please sit down. Where do you come from? I am terribly rushed today. Tell me quickly whatever it is that you have come to say. അപ്പോൾ അദ്ദേഹം പറയണ ഇരിക്കൂ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, പെട്ടെന്ന് എന്താ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയൂ എന്ന് വളരെ നല്ല രീതിയിൽ പറയുകയാണ്. ദ വിസിറ്റർ റൈസ്ഡ് ഹെർ ഹെഡ്. അപ്പോൾ എന്തായാലും ആ സ്ത്രീ മുഖം ഉയർത്തുന്നുണ്ട്. ദ മുണ്ടൂയിഷ് കവേർഡ് ഹെർ ഹെഡ് സ്ലിഡ് ഡൗൺ ആൻഡ് ഹീ കുഡ് സീ ഹെർ ഫേസ്. അപ്പോൾ തല കവർ ചെയ്തിരുന്ന ആ ഒരു മുണ്ട്, ആ ഒരു തുണിയുടെ ഭാഗം താഴേക്ക് വീഴുമ്പോൾ അവരുടെ ഫേസ് അയാൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഷീ വാസ് ട്രംബ്ലിംഗ് ആൻഡ് ലുക്ക്ഡ് കൺഫ്യൂസ്ഡ് ഫ്രൈറ്റൻഡ്. ഒരുമാതിരി പേടിച്ച പോലെയാണ് നിൽക്കുന്നത്. ഹെർ ഐസ് brimmed with tears. She said very softly, "No, ഗോവിന്ദൻ കുട്ടി, I don't want to sit down." അപ്പോൾ അവരുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുകയാണ്, ഇല്ല ഗോവിന്ദൻ കുട്ടി, ഞാൻ ഇരിക്കുന്നൊന്നുമില്ല, I will go away now, ഞാൻ ഇപ്പം തന്നെ പോയിക്കോളാം. I just wanted to catch a glimpse of you, that's all. I think you haven't quite recognized me, ഗോവിന്ദൻ കുട്ടി. Yes, I know I have changed, but. അപ്പോൾ പറയുകയാണ്, എനിക്ക് എന്നെ ഒന്ന് കാണുക വേണ്ടിയിരുന്നുള്ളൂ, എനിക്കറിയാം നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ല എന്നുള്ളത്, കാരണം ഞാൻ ഒത്തിരി മാറിപ്പോയിട്ടുണ്ട് എന്നവർ പറയുകയാണ്. She obviously found it difficult to speak. He suddenly noticed a familiar scar on her forehead, made by years of daily obeisance to the rising sun, and the mark left on her wrist by bell metal bangles. അപ്പം അവർക്ക് മനസ്സിലാവുകയാണ്, അതായത് അവർക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ, അതേപോലെ തന്നെ അപ്പോഴാണ് അയാൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് അവരുടെ നെറ്റിയിൽ സൂര്യ നമസ്കാരം ചെയ്തതിൻ്റെ ഒരു പാട് ഇങ്ങനെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ മെറ്റൽ ബാംഗിൾസ് ഇട്ടിരുന്നതിൻ്റെ പാട് അവരുടെ കൈകളിലും കാണുന്നുണ്ട്. An exclamation escaped him. My God, കുഞ്ഞാത്തലമ്മ. അപ്പോഴേക്കാണ് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് കുഞ്ഞാത്തലമ്മയാണല്ലോ ഇതെന്ന് അയാൾ എക്സ്ക്ലൈം ചെയ്യാണ്. They stared at each other. He read in her eyes the intensity of a mother who had been separated from her son for a long time, but her gaze held no reproach, no complaint. All seemed to express was a belief in a reality and gentleness of love. It was as if his whole life was unfolding before him in that moment. അപ്പം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവരുടെ കണ്ണു നോക്കിയാൽ തന്നെ അറിയാം, കുറേ കാലങ്ങളായിട്ട് മകനെ കാണാതിരുന്ന, മകനുമായി വേർപെട്ടിരുന്ന ഒരു അമ്മയുടെ ആ ഒരു ഫീലിങ്സ് ആണ് കാണുന്നത്. പക്ഷേ ആ ഒരു അമ്മയുടെ കണ്ണിലൊരു കംപ്ലൈൻറ്റോ ദേഷ്യമോ ഒരു നീരസമോ ഒന്നും കാണാനും സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും അയാൾക്ക് അപ്പോഴേക്കും ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അയാളുടെ മുന്നിൽ അത്രയും കാലം അദ്ദേഹം ജീവിച്ച ആ ഒരു ജീവിതം മുന്നിൽ ഇങ്ങനെ ചുരുളഴിഞ്ഞ് വീഴുന്നത് പോലെ ഫീൽ ചെയ്യാണ്. The party leader forgot his duties in the presence of a pitiful, shabbily dressed woman whom he had tried to turn away little while ago. കുറച്ച് മുന്നേ പറഞ്ഞയക്കാൻ നോക്കിയിട്ടുള്ള ആ ഒരു സ്ത്രീ, വളരെ എന്താ പറയുക മുഷിഞ്ഞ ഒരു വസ്ത്രം ധരിച്ച് വന്നിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ മുന്നിൽ അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ എല്ലാ ഡ്യൂട്ടീസും മറന്ന് നിന്ന് പോവുകയാണ്. എ ഗ്രേറ്റ് സെൻസ് ഓഫ് ഗിൽറ്റ് സ്വെപ്റ്റ് ഓവർ ഹിം. ദ വെയിറ്റ് ഓഫ് സോർ ഒപ്രസ്ഡ് ഹിം. വല്ലാത്തൊരു വേദനയോ വിഷമോ കുറ്റബോധമൊക്കെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യണം. ഇറ്റ് വാസ് ആസ് ഇഫ് ആൻ ഇമേജ് ദാറ്റ് ഹി വർഷിപ്ഡ് എവറി ഡേ ഹാഡ് ഫോളൻ ഫ്രം ഇറ്റ്സ് പെഡസ്റ്റൽ. ഹി ഫെൽറ്റ് കൺഫ്യൂസ്ഡ്. അപ്പോൾ ഇത്രയും കാലം പല ദിവസങ്ങളിലും അദ്ദേഹം ആരാധിച്ചിരുന്നൊരു വിഗ്രഹം താഴെ വീണ് ഉടഞ്ഞതുപോലെയാണ് അദ്ദേഹത്തിന് അപ്പോൾ തോന്നുന്നത്. After all, an image was made of stone, and stone was incapable of experiencing joy or sorrow. Yet stone was brittle. Why should he be shocked that it had broken? He thought, I fought to destroy these idols, but when I trampled on their broken fragments, I never once thought of the innocent victims trapped under them. അതായത് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലേഡീനെയാണ് അവിടെ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു ദേവതയൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അവരിവിടെ തകർന്നു വീണു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഭൂപരിഷ്കരണ നിയമം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇത്തരത്തിലുള്ള ജന്മിമാർക്ക് മുന്നേ ഇവരൊരു ജന്മിയായിരുന്നു, ഒരു നമ്പൂതിരി ഫാമിലി ആണല്ലോ. അപ്പോൾ അവർക്ക് ജന്മിയായിരുന്ന സമയത്ത് ഇയാൾ ഈ മിനിസ്റ്ററും അവരുടെ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ഇൻഫ്ലുവൻസ് അനുസരിച്ചിട്ടാണ് ഈ ജന്മിമാരുടെ കയ്യിൽ നിന്ന് ഭൂമി നഷ്ടപ്പെടുകയും അങ്ങനത്തെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് ഞാൻ കാരണമാണ് ഞാൻ ആരാധിച്ചിരുന്ന
ആ ഒരു ദേവത അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹം ഉടഞ്ഞു പോയിട്ടുള്ളത് എന്നത് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. Poor things, they were hurt, but their wounds had not bled and their cries of had been soundless. They had died of starvation but had never begged for even a grain of rice. And here was one of the meek creatures that had been placed as an offering in the great sacrifice in which she had been a part, pouring her affection over him in a nectar sweet benediction. അപ്പം ഉണ്ടായിരുന്ന സമയത്ത്, അതായത് നല്ല സമ്പത്ത് ഉണ്ടായിരുന്ന സമയത്ത് അവർ നന്നായിട്ട് ഊട്ടി വളർത്തിയിട്ടുള്ള ഒരാൾ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ മുന്നിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കാത്തു നിന്ന് ഇത്രയും കാലം നേരത്തെ ഭക്ഷണം പോലും കഴിക്കാണ്ട് അങ്ങനെ കാത്തു നിൽക്കുന്നതായിട്ടുള്ളൊരു അവസ്ഥ കാണുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ വിശന്ന്, പക്ഷേ അവരുടെ ഒരു അഭിമാനം എന്ന് പറയുന്നത് അവർ വിശന്ന് മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരിക്കലും ആരുടെയും മുന്നിൽ ബെഗ് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കാത്ത അല്ലെങ്കിൽ അതിനൊന്നും നിൽക്കാത്ത ടൈപ്പ് അത്രയും അഭിമാനികളായിട്ടുള്ള അത്രയും അന്തസ്സുള്ള കുടുംബക്കാരായിരുന്നു. ഹി ഫെൽറ്റ് ഹിംസെൽഫ് ഷ്രിങ്ക് ബിഫോർ ഹർ, ദിസ് വുമൻ ഹു ഹാഡ് സഫേർഡ് സോ ഡീപ്ലി. He felt that he was no longer the party leader who spoke at public gatherings or the expert who was invited to committee meetings. അപ്പോൾ അദ്ദേഹത്തിന് അവരുടെ ആ സ്ത്രീയുടെ മൂല്യങ്ങൾ വല്ലാണ്ട് ചുരുങ്ങിയതുപോലെ ഫീൽ ചെയ്യാണ്. അതായത് അവരൊരുപാട് എന്താ പറയുക സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളവരെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ അയാൾക്ക് സ്വയം തോന്നുകയാണ് ഞാൻ ആ ഒരു പാർട്ടി ലീഡറെ അല്ല. അതായത് ആ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റി തന്നെ അദ്ദേഹം മറന്നു പോവുകയാണ് ആ ഒരു സ്ത്രീയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞപ്പോൾ. ഹി ബിക്കെയിം എ ലിറ്റിൽ എഗെയിൻ ലൈവ്ലി little boy in a away village who picked fallen mangoes from the ground, played village games with his companions, dived and swam in the tanks. അപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറുപ്പകാലം ആലോചിക്കുകയാണ്. മാങ്ങ പെറുക്കാനും അതേപോലെ തന്നെ നീന്താനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു വില്ലേജിൽ കൂടെ നടന്നിരുന്ന ഒരു കാലഘട്ടം അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. His father had died when he was very young and his uncles has abandoned the widow and his children. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ ചെറുപ്പത്തിൽ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അങ്കിൾസ് ഒന്നും അമ്മേനെയും അവനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. It was his mother who had struggled to keep them from starving. She had wanted to educate him to set him up in life. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയായിരുന്നു അവനെ പട്ടിണി കിടക്കാതെ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അവർക്ക് മകനെ പഠിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് അതിനുള്ള മാർഗ്ഗങ്ങളൊന്നും കയ്യിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് ഹാഡ് നോട്ട് ബീൻ ഷുവർ ഹൗ ഷീ വുഡ് എവർ മാനേജ് ഇറ്റ്. ഹി വാസ് എ ബ്രൈറ്റ് ചൈൽഡ് ആൻഡ് വെൻ ത്രൂ പ്രൈമറി സ്കൂൾ വിത്ത് ഏസ്. നല്ല പഠിക്കണ കുട്ടിയായിരുന്നു അവൻ, അതുകൊണ്ട് തന്നെ പ്രൈമറി സ്കൂളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ പാസ്സായി. കുഞ്ഞാത്തലമ്മ ഹാഡ് ഓഫൻ സെറ്റ് ടു ഹിസ് മദർ, ഡോണ്ട് വറി അബൌട്ട് ഗോവിന്ദൻകുട്ടി, ഹിസ് എ ക്ലെവർ ബോയ് ആൻഡ് വിൽ ഡു വെൽ. അപ്പോൾ കുഞ്ഞാത്തലമ്മ എപ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ പറയുമായിരുന്നു അമ്മയോട്, ഗോവിന്ദൻകുട്ടിയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, അവൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ, നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വേണ്ടി ചെയ്യാം. അമ്മ വുഡ് ആൻസർ സാഡ്ലി, ഹൗ വിൽ ഐ സെൻഡ് ഹിം ടു സ്കൂൾ കുഞ്ഞാത്തോൾ, ഐ ടു ഫീഡ് ഹിം. ഇഫ് ഹി ഗോസ് ടു സ്കൂൾ ഹി വിൽ നീഡ് ബുക്സ് പെൻസിൽസ് നോട്ട് ബുക്സ്. അപ്പം അമ്മ എപ്പോഴും പറയാറുണ്ട്, എങ്ങനെയാണ് ഞാൻ അവനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക, എനിക്ക് അവന് ഭക്ഷണം കൊടുക്കണ്ടേ, അല്ലാതെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ബുക്ക് വാങ്ങിക്കാനും പെൻസിൽ വാങ്ങിക്കാനും അതിനൊന്നുള്ള പൈസയില്ല, ഒരു ഫുഡിനുള്ള പണം പോലും മര്യാദയ്ക്ക് കിട്ടുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞാത്തൽ ഹാഡ് ലുക്ക്ഡ് thoughtful. We will find a way, Lakshmi. Tell him to collect flowers for my prayers every day. I will find him the money. അപ്പോൾ കുഞ്ഞാത്തലമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് ശരി നീ ടെൻഷൻ അടിക്കേണ്ട, അവനോട് എന്തും എനിക്ക് പ്രാർത്ഥനയ്ക്കുള്ള പൂക്കൾ രാവിലെ പറിച്ചുകൊണ്ട് വരാനായിട്ട് പറയൂ, ബാക്കി അവൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ നോക്കാം. She looked at him now with the face of a compassionate Devi. അപ്പോൾ എപ്പോഴും അവൻ ആ സ്ത്രീ ആ ഒരു ആൺകുട്ടീനെ അല്ലെങ്കിൽ ആ ഒരു കുട്ടീനെ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു സ്നേഹത്തോടു കൂടി ഒരു ദേവിയുടെ പോലെ അല്ലെങ്കിൽ ഒരു ഗോഡസിനെ പോലെയായിരുന്നു എപ്പോഴും നോക്കിയിട്ടുണ്ടായിരുന്നത്. She had always reminded him of the Devi, perhaps because he had encountered her most often at the temple, or because he always remembered her holding out a ball of rice to him like Annapurna. അപ്പോൾ ഇവനങ്ങനെ തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികവും ഇവൻ ഈ ഫ്ലവേഴ്സ് കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുക്കുന്ന സമയത്ത് ഇവർ നമ്മൾ മീറ്റ് ചെയ്യുന്നത് അധികവും അമ്പലങ്ങളിലോ ക്ഷേത്രങ്ങളിലോ വെച്ചിട്ടായിരുന്നു. അതേപോലെ തന്നെ എപ്പോഴും ഒരു അന്നപൂർണ ദേവിയെ പോലെ തന്നെ ആ ഒരു ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ എപ്പോഴും അവൻ്റെ മുന്നിലേക്ക് ഒരു ബൗള് ഫുഡ് നീട്ടുന്ന ഒരു രൂപമായിട്ടായിരുന്നു അവൻ്റെ മുന്നിൽ ആ സ്ത്രീ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അവരെ ഒരു ദേവിയെ പോലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. എവറി മോർണിംഗ് ഹി കോംബ്ഡ് ദ വുഡ്സ് ആൻഡ് ഹിൽ സൈഡ് ഫോർ ഫ്ലവേഴ്സ് ഫോർ ഹർ പ്രയേഴ്സ്. ഹി വാസ് ഓൾവേസ് റെവന്യൂലി ഹംഗ്രി ബൈ ദ ടൈം ഹി റീച്ച്ഡ് ഇല്ല. അപ്പോൾ അങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഫ്ലവേഴ്സൊക്കെ കളക്ട് ചെയ്ത് ഇവൻ ഇല്ലത്തേക്ക് പോകുന്ന സ്ഥലത്ത്, അതായത് ഈ സ്ത്രീ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടേക്ക് നല്ലോണം വിശന്നിട്ടുണ്ടാവുമായിരിക്കും. ദ ലിറ്റിൽ വൺസ് വുഡ് ഹാവ് ഫിനിഷ്ഡ് ബ്രേക്ക്ഫാസ്റ്റ്. കുഞ്ഞാത്തൽ വുഡ് മിക്സ് കേർഡ് ആൻഡ് മാംഗോ പിക്കിൾ വിത്ത് റൈസ്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു കേർഡും മാംഗോ പിക്കിളും മാങ്ങാച്ചാറൊക്കെ ചേർത്ത് ചോറിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമായിരുന്നു. എന്നിട്ട് റോൾ ഇറ്റ് ഇൻ ടു ബോൾസ്, ഉരുളകളാക്കി, ആൻഡ് ഹാൻഡ് ദം ടു ഹിം. അങ്ങനെ അവന് ഉരുളകളാക്കി കൊടുക്കുമായിരുന്നു. ദ ബെൽ മെറ്റൽ ബാംഗിൾസ് ടിങ്ക്ലിംഗ് ഓൺ ഹെർ പേൽ റിസ്റ്റ്. അപ്പോഴും അവൻ എന്ത് കാണുന്നുണ്ടാവുക, കയ്യിൽ ഇങ്ങനെ അവർ ബെൽ മെറ്റലിൻ്റെ ബാംഗിൾസ് വളകൾ ഇങ്ങനെ കിലുങ്ങുന്നത് കാണാമായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ത്രീ ആദ്യം കണ്ടപ്പോൾ അത്തരത്തിലുള്ള വളകൾ ഇടുന്നതിൻ്റെ
അതിൻ്റെ പാട് കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവനത് കണ്ട നല്ല ഓർമ്മ. Those were the only occasions when he had eaten this fill. അപ്പോൾ അവൻ അങ്ങനെ വയറ് നിറച്ച് കഴിച്ചിരുന്നത് ആ ഒരു സിറ്റുവേഷനിൽ മാത്രമായിരുന്നു. കുഞ്ഞാത്തൽസ് വോയിസ് വാസ് സ്വീറ്റർ ദാൻ ദ ഡെലീഷ്യസ് ഫുഡ്. അവരുടെ ഫുഡിനേക്കാൾ കൂടുതൽ രുചികരമായിരുന്നു, അല്ലെങ്കിൽ അത്രയും മനോഹരമായിരുന്നു അവരുടെ ശബ്ദം. Whenever അമ്മ wept, കുഞ്ഞാത്തൽ would say to her, "Don't cry, ലക്ഷ്മിക്കുട്ടി, he will be all right. Wait and see, he will make sure that താഴത്തേടത്ത് house has a tiled roof when he grows up." അപ്പോൾ കുഞ്ഞാത്തലമ്മ പറയായിരുന്നു അമ്മയോട്, ലക്ഷ്മിക്കുട്ടിയുടെ എപ്പോഴും പറയായിരുന്നു, നീ കരയൊന്നും വേണ്ട, അവനെല്ലാം നല്ല രീതിക്ക് ചെയ്തോളും, നമുക്ക് കാത്തിരിക്കാം. താഴത്തേടത്ത് ഹൗസ് എന്ന് പറയുന്നത് അവൻ്റെ വീടാണ്. അപ്പോൾ ആ വീടൊക്കെ അവൻ എന്തെങ്കിലും ടൈലിഡ് റൂഫാക്കിയിട്ട് മാറ്റും എന്തായാലും എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു വീടിൻ്റെ അവസ്ഥയൊക്കെ മാറ്റും, റിച്ചാക്കി മാറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. താഴത്തേടത്ത് ഹൗസ് റൂഫ് ഹാഡ് ബീൻ ടൈൽഡ് ബട്ട് ലക്ഷ്മിക്കുട്ടി ഹാഡ് നോട്ട് ലിവ് ടു സീ ഇറ്റ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ വീടൊക്കെ എന്തായാലും പുരോഗമിച്ചു ടൈലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കാണാൻ അമ്മ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. കുഞ്ഞാത്തൽ ഹാഡ് ബീൻ ദ ചൈൽഡ്സ് ഓൺലി റെഫ്യൂജി ആഫ്റ്റർ ഹിസ് മദർ ഡൈഡ്. അമ്മ മരിച്ചതിന് ശേഷം അവനെ നോക്കിയിരുന്നത് കുഞ്ഞാത്തലായിരുന്നു. ഷീ ഹാഡ് പോർഡ് ഹെർ അഫെക്ഷൻ അൺസ്റ്റിങ്ക്ലി ഓവർ ദ ഹെസ്റ്റിറ്റ്യൂഡ് ചൈൽഡ്. ഷീ ഓഫൻ ഗാവ് ഹിം മണി ആൻഡ് ഓൾവേസ് കെപ്റ്റ് aside സ്വീറ്റ്സ് ഫോർ ഹിം ഫ്രം ദ ഓഫറിംഗ്സ് ടു ദ deity, warning him not to show them to her own son, who she said had already eaten enough. അപ്പോൾ അതേപോലെ തന്നെ അവന് വേണ്ട പൈസയും അതേപോലെ തന്നെ ഈ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള സ്വീറ്റ്സ്, പൂജിച്ച സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഇവന് വേണ്ടി മാറ്റി വയ്ക്കുമായിരുന്നു. ഇവനത് കൊടുക്കുന്ന സമയത്ത് അവർ പറയുമായിരുന്നു സ്വന്തം മകനോട്, അതായത് അവരുടെ സ്വന്തം മകനോട് ഇത് കൊണ്ടേ കാണിക്കേണ്ട, നീ ഇവിടെ ഇരുന്നിട്ട് തന്നെ കഴിച്ചു, അതായത് അവനൊക്കെ ഓൾറെഡി വയറ് നിറച്ച് കഴിച്ചതാണ്, നീ കഴിച്ചോ എന്ന് പറഞ്ഞ് അവന് മാറ്റി വെച്ച് കൊടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. Kunyathal did not regard these gestures as simply a part of her spiritual duties. They were for her necessary part of her everyday life. She seemed to exist in order to give. അവർക്ക് എപ്പോഴും അതൊരു വലിയൊരു കാര്യമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. കാരണം അവർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമായിട്ടായിരുന്നു, ഒരു സ്പിരിച്വൽ ഡ്യൂട്ടി ആയിട്ടായിരുന്നു അവർ കരുതിയിരുന്നത്. Neither she nor those who partook of her generosity thought this extraordinary. Everyone, Christians, Muslims, the lower caste, took whatever she gave unquestioningly as if they had a right to it. അപ്പോൾ ഏത് മതത്തിലുള്ളവരോ ഏത് ജാതിയിലുള്ളവരോ ആയിക്കോട്ടെ, ഇവരെന്താണോ കൊടുത്ത് കുഞ്ഞാത്തലമ്മ കൊടുക്കുന്നത് എന്തും അവർ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുമായിരുന്നു. In the evening, someone would call from the gate of the illam, "Does anyone need an evening meal?" There was always a response. എപ്പോഴും ഇല്ലത്തിൻ്റെ പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ രാത്രി നേരത്ത് അല്ലെങ്കിൽ സന്ധ്യാ നേരത്ത് ഇല്ലത്തിൻ്റെ ഒരു കടന്നു വരുന്ന സ്ഥലത്തിൻ്റെ അവിടെ നിന്ന്, അല്ലെങ്കിൽ എന്താ പറയുക, പടിപ്പുര എന്നൊക്കെ പറയും, ആ ഏരിയയിൽ പോയിട്ട് അവർ ഏതെങ്കിലും ഒരാൾ ചോദിക്കുമായിരുന്നു, ആരെങ്കിലും ഇനി കഴിക്കാറുണ്ടോ, അല്ലെങ്കിൽ കഴിക്കാൻ ബാക്കിയുണ്ടോ, വിശന്നിരിക്കുന്നുണ്ട്, അത്താഴപ്പക്ഷി നിൽക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കണ കേട്ടിട്ടില്ലേ സിനിമയിലൊക്കെ, അതുപോലെ വിളിച്ച് ചോദിക്കുമായിരുന്നു. അപ്പോൾ എപ്പോഴും ഒരു റെസ്പോൺസ് പുറത്തുനിന്നുണ്ടാവും, കാരണം ആരെങ്കിലും ഒരാൾ ഈ വിളി കാത്ത് വിശന്ന് പുറത്ത് എപ്പോഴും ഇരിക്കുന്നുണ്ടാവുന്നു. The villagers took it for granted that the house was open to them all the time and that its granary and dining room were public. ഗോവിന്ദൻകുട്ടി felt this way too. അപ്പോൾ നാട്ടുകാർക്കൊക്കെയും അതൊരു പബ്ലിക് പ്ലേസ് ആയിരുന്നു, അതായത് അവർക്കൊക്കെയും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാവുന്ന, ഭക്ഷണം കിട്ടാവുന്ന ഒരു ഇടമായിട്ട് മാറിയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഗോവിന്ദൻകുട്ടിക്കും. When he finished school and left the village, he did not think it necessary to say goodbye to Kunyathal. He had grown up by then and started to read a great deal. He had learned enough about caste disputes to feel that emotions like affection, a sense of indebtedness or gratitude were misplaced and insincere. അപ്പോൾ അതിനുശേഷം അവൻ ആ ഒരു പഠനമൊക്കെ കഴിഞ്ഞ ശേഷം ഒരുപാട് വായിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവനൊരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ കുറിച്ചും അതേപോലെ ജന്മിത്വത്തിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചും അവൻ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങി. ദ യങ് ഗോവിന്ദൻകുട്ടി ഫുൾഫിൽഡ് കുഞ്ഞാത്തൽസ് പ്രഡിക്ഷൻസ്. അങ്ങനെ കുഞ്ഞാത്തലിൻ്റെ പ്രഡിക്ഷൻസ് ഒക്കെ അവൻ ഫുൾഫില്ലാക്കി നല്ലൊരു നിലയിലെത്താണ്. ബ്രില്യൻ ബട്ട് ഓൾസോ ഫോർച്യുനേറ്റ്, ഹി സൂൺ ബിക്കേം എ സക്സസ് ഓൺ പബ്ലിക് പ്ലാറ്റ്ഫോംസ് ആൻഡ് എ വാല്യുബിൾ മെമ്പർ ഓഫ് മെനി ഗ്രൂപ്പ്സ്. Years passed and he began to forget his old village. Great changes took place. People ceased to be shocked when the impossible happened. അപ്പോൾ എന്താണ്, ഇവൻ അങ്ങനെ വളർന്ന് ഒരു ലീഡറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ആ ഒരു ഓൾഡ് വില്ലേജിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ മറന്നുപോയി കഴിഞ്ഞു. കാരണം എല്ലാം മാറിക്കഴിഞ്ഞു, അവൻ്റെ സിറ്റുവേഷനും ആ ഒരു വില്ലേജിൻ്റെ സിറ്റുവേഷനും മൊത്തത്തിൽ മാറിക്കഴിഞ്ഞു. A few days ago, on his way to a function, ഗോവിന്ദൻകുട്ടി had driven past the house. അങ്ങനെ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് ഈ ഒരു കുഞ്ഞാത്തലമ്മ താമസിച്ചിരുന്ന ഇല്ലത്തിൻ്റെ അതുവഴി ഇങ്ങനെ പാസ് ചെയ്യുണ്ടായി. The area where a great 16-pillared hall had stood was overgrown with weeds and thorns. അപ്പോൾ ആ ഒരു നാലുകെട്ട് പോലെ അത്രയും വലിയ ഒരു വീട് ഇപ്പം എന്താണ്, കാടും പുല്ലും അതേപോലെ മുൾച്ചെടികളൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക, കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയായിരുന്നു അന്ന് അവൻ കണ്ടത്. The tank had dried up and its walls had crumbled. ടാങ്കൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്, അതേപോലെ തന്നെ ചുമരുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വിണ്ടു വീഴാറായിട്ടുണ്ട്.
The facade of the tiled outhouse at the gate pitched forward the people with him had said. This ilm was ruined by its own generosity. The family refused to acknowledge the fact that times had changed. Visitors continued to be made welcome, no matter how many there were or what time they arrived. When the tenant farmers no longer handed over the income from the land or even the taxes, the family began to sell the land into buy rice. അപ്പം എന്താണ്, കാലം മാറി എന്നുള്ളത് ആ ഒരു ഇല്ലത്തിലുള്ള ആളുകൾ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. കാരണം കാലം മാറുന്നതനുസരിച്ച് ആളുകളുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ ആളുകൾ ഫുഡ് കഴിക്കാൻ ഇതിനായിട്ട് എന്താ പറയുക, ഒരു അത്താഴ പശനിക്കാർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരുന്ന ഒരു സംഭവം ആളുകൾ ചൂഷണം ചെയ്യാൻ തുടങ്ങി. എത്ര ആൾക്കാർ കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെയും എങ്ങനെയും ഫുഡ് ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഇവരുടെ ഒരു എന്താ പറയുക, ഒരു ഡ്യൂട്ടിയാണ്, ഞങ്ങളുടെ കടമയാണ് എന്നവർ ഏറ്റെടുക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഇദ്ദേഹം മിനിസ്റ്റർ ആയതിനു ശേഷം വന്നിട്ടുള്ള നിയമങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ കർഷകർക്ക് അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് ലീസിനെടുത്തിട്ട് കൃഷി ചെയ്തിരുന്നവർക്ക് അതിൻ്റെ ഒരു ഓണേഴ്സായിട്ട് പിന്നീട് മാറുകയും ഇവർക്ക് ഈ ഒരു ഒറിജിനൽ ജന്മിമാർക്ക് പൈസ കൊടുക്കണ്ട എന്നുള്ളൊരു രീതിക്ക് വരിക. അങ്ങനെയാകുമ്പോൾ എന്താണ്, ഈ ജന്മിമാർക്ക്, അതായത് നമ്മുടെ ഇല്ലത്തിലുള്ള ആളുകൾക്ക് കിട്ടുന്ന പണം കുറയാൻ തുടങ്ങി. അതായത് കർഷകരൊന്നും അവർക്ക് ടാക്സ് കൊടുക്കുന്നില്ല ഈ ഒരു നിയമത്തിൻ്റെ ഫലമായിട്ട്. അപ്പോൾ അത് പക്ഷേ എന്താണ്, കഴിക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം കൂടുകയും ചെയ്തു. പിന്നെ അവരെന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞുള്ള സ്ഥലം വിറ്റുകൊണ്ട് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് മറ്റുള്ളവർക്കൊക്കെ അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് വരെ അവർ തുടങ്ങി. When their source was also exhausted, they had to borrow money. അപ്പോൾ എന്താ, സ്ഥലം വിറ്റ് എന്തായാലും ഒരു കാലം കഴിയുമ്പോൾ കഴിയുമല്ലോ. അപ്പോൾ അത് ഫുള്ള് കഴിഞ്ഞപ്പോൾ പിന്നെ അവസാനം അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, പണം കടം വാങ്ങാൻ തുടങ്ങി. They removed and hauled the wooden rafters of the building so that they could fulfill what they believed were their charitable duties. അപ്പോഴും എന്തൊക്കെ വിറ്റ് പെറുക്കി കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് മറ്റുള്ളവർക്ക് അന്നം കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ദൗത്യമാണ് അല്ലെങ്കിൽ ഡ്യൂട്ടിയാണ് എന്നൊക്കെയായിരുന്നു അവർ കരുതിയിരുന്നത്. 500 paras of rice were cooked for the senior നമ്പൂതിരീസ് ഫ്യൂണറൽ ഫീസ്റ്റ്. അപ്പോൾ സീനിയർ നമ്പൂതിരിയുടെ ഫ്യൂണറൽ ഫീസ്റ്റിനവിടെ വെച്ചിട്ടുള്ള ഫുഡിൻ്റെ കണക്കാണ് പറയുന്നത്. 500 പറ അരി അല്ലെങ്കിൽ അത്രയും ചോറാണ് അവിടെ വെച്ച് കൊടുത്തത്. അത്രയും ആളുകളാണ് അവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നശിച്ചു പോയ ഒരു കുടുംബമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫൈനലി ദ ഇല്ലം വാസ് സോൾഡ് ടു ക്ലിയർ ദ ഡെപ്റ്റ് ദേ ഹാഡ് ഇൻക്വേർഡ് ഫോർ ദ സെറമണീസ്. അങ്ങനെ അവർ ചിലവാക്കിയ പൈസയൊക്കെ കടം വീട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ആ ഇല്ലം വിൽക്കേണ്ടി വന്നു. ദ ഓൾഡർ സൺ വാസ് ടിക്കൻ വിത്ത് ആന്ത്രൈറ്റിസ്. അപ്പോൾ മൂത്ത മകൻ എന്താണ്, ആന്ത്രൈറ്റിസ് ആണ്. ദ യങ്ങർ വൺ ഹാഡ് ഫിനിഷ്ഡ് സ്കൂൾ ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് എ ജോബ് ആൻഡ് ഹാഡ് ജോയിൻഡ് എ പൊളിറ്റിക്കൽ പാർട്ടി. ചെറിയ മകന് പഠിത്തമൊക്കെ കഴിഞ്ഞു, പക്ഷേ ജോലിയൊന്നും ആയിട്ടില്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ പോയിട്ട് അവൻ ചേർന്നിട്ടുണ്ട്. ആൻഡ് ഓൾഡ് ടെനറ്റ് ഹൂ ഫെൽറ്റ് സോറി for Kunyathal had arranged for her to move with her invalid son and his children to a small house which had once been part of the family property some distance away. അപ്പോൾ മുന്നേ ഫാമിലി പ്രോപ്പർട്ടിയുടെ ഭാഗമായിരുന്ന ചെറിയൊരു വീട്ടിലേക്ക് അങ്ങനെ ഇവരും മകനും അവരുടെ പേരക്കുട്ടികളും കൂടിയിട്ട് താമസം മാറിയിട്ടുണ്ട്. Govindankuty's throat constricted. He had demonstrated, shouted slogans and worked actively to destroy the tyranny of the landholders. But here it had disintegrated by itself. അപ്പോൾ എന്താണ്, ഗോവിന്ദൻകുട്ടി വളരെ കഷ്ടപ്പെട്ട് തൊണ്ട കീറി എന്താ പറയുക സ്ലോഗൻസൊക്കെ ചൊല്ലിയിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ലാൻഡ് ലോഡ്സിൻ്റെ അല്ലെങ്കിൽ ഈ ജന്മിമാരുടെയൊക്കെ ഒരു ടൈറണി അവസാനിപ്പിച്ചത്. പക്ഷെ അതിന് ഇങ്ങനെ മറ്റൊരു വശമുണ്ടാകും, സ്വന്തം എന്താ പറയുക വേരുകളെ തന്നെ തകർത്ത് കളയും അല്ലെങ്കിൽ തന്നെ വളർത്തി വലുതാക്കിയ ആളുകളുടെ നാശത്തിന് തന്നെ ഇടവരുത്തുമെന്ന് അവൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. He had thought then that he would go and see Kunyathalamma and find out how she was. He had wondered what life was like for her now. She used to starve herself regularly even in the old days, counting Ekadashi, Pradosham, and every Monday she fasted almost 20 days in a month. അപ്പോൾ അവർ പറയുമായിരുന്നു, അവന് കാണണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അന്നത് അറിഞ്ഞ സമയത്ത്. അവൻ വിചാരിക്കുകയാണ് അവർ എപ്പോഴും ഒരു മാസത്തിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു, ഏകാദശിയാണ്, പ്രദോഷമാണ്, തിങ്കളാഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വ്രതങ്ങൾ എടുക്കുമായിരുന്നു. പട്ടിണി കിടന്നിട്ട് ഇങ്ങനെ വ്രതങ്ങൾ എപ്പോഴും എടുക്കുമായിരുന്നു അവർ. അപ്പോൾ ഒരു മാസത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളും അവർ ഇതേപോലെ ഓരോ എന്താ പറയുക ഇതേപോലെ ഇത്തരത്തിലുള്ള ഓരോ ആചാരങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെപ്പോഴും ഓരോ വ്രതങ്ങളാണെന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാതിരിക്കുന്നത് അവർക്കൊരു ശീലമായിരുന്നു. ഏറ്റവും ഓൾ ദീസ് ഡേയ്സ് ഷീ കുക്ക്ഡ് ഫോർ ആൻഡ് സെർവ്ഡ് അതേഴ്സ്. With a smile on her drawn face, weakened by prolonged fasting, she would sing. അപ്പോൾ എപ്പോഴും അവർ പട്ടിണി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അവരെപ്പോഴും വെച്ച് വിളമ്പി കൊടുക്കുമായിരുന്നു. Victory to you, who joyfully serve generous, helping to vast, gathering beautiful one, daughter of mountains, mother of Cherukunnu. Victory to you.
One day, his mother had said to her, Kunyathalamma, we have no choice. We starve because we do not have enough to eat. Why do you starve? അപ്പോൾ ഒരു ദിവസം ഇവൻ്റെ അമ്മ ചോദിക്കേണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് പിന്നെ പട്ടിണി കിടക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്, അതായത് പട്ടിണി കിടക്കാതിരിക്കാൻ വേറെ വഴിയില്ല, ഞങ്ങൾക്ക് കഴിക്കാൻ ഫുഡ് ഇല്ലാത്തതുകൊണ്ടാണ്, പക്ഷേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും പട്ടിണി കിടക്കുന്നത്? Kunyathal answered, because I want to experience hunger, Lakshmi, and because I want to share the sorrow of those who are in need. Poverty is a terrible thing. I cannot bear to think of children crying with hunger and not being able to give them food. അപ്പോൾ കുഞ്ഞാത്തലമ്മ പറയാണ്, അതായത് ഇതുപോലെ വിശന്ന് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും, അപ്പോൾ അവരുടെ കൂട്ടത്തിൽ എന്താണ് വിശപ്പ് എന്നുള്ള വികാരം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഓരോ വ്രതത്തിൻ്റെ പേര് പറഞ്ഞ് പട്ടിണി കിടക്കുന്നത്. എനിക്കിപ്പോൾ ലോകത്ത് പട്ടിണി കിടക്കുന്ന എല്ലാവരെയും സഹായിക്കാൻ സാധിക്കില്ല, പക്ഷേ അവർക്കുള്ള ഒരു വിഷമം എനിക്കും കൂടെ അനുഭവിക്കാമല്ലോ എന്നായിരുന്നു അവരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Bhagavan, Guruvayurappan, please don't let anyone suffer. So when she folded her hands in prayer, you would want to pray too, and this generous woman who had given endlessly to her prosperity was now his head reeled. The car waiting to take him to the meeting bounded its home. The secretaries looked in impatiently. They had not spoken, the mother and the son, but they had understood each other perfectly. അപ്പോൾ അവർ പറയുകയാണ്, ഇപ്പോഴും അവരിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ആരും ഇങ്ങനെ പട്ടിണി നടക്കേണ്ട ഒരു അവസ്ഥ വരരുതേ എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്, അദ്ദേഹം ആ പുറത്ത് കാത്തു നിൽക്കുന്ന കാറിൻ്റെ കാര്യം വരെ മറന്നുപോയി, കാരണം മീറ്റിംഗ് ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ആളല്ലേ, അതുവരെ അവർ മറന്നുപോയി. ആ ഒരു അമ്മയും മകനും ദത്തുമകൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അവനെ വളർത്തിയത് ആ സ്ത്രീ ആയിരുന്നു. അപ്പോൾ അവർ തമ്മിൽ എന്താണ് ഒന്നും സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുന്നുണ്ടായിരുന്നു. At last, Kunyathal said, Forgive me, Govindankutti, for having bothered you. Lakshmikutti entrusted you to me before she died. I am so glad for you. I feel as happy as if you were my own son, Unni. അപ്പോൾ അവർ പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷ്മിക്കുട്ടി എപ്പോഴും നിന്നെ എൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് മീ ബിഫോർ ഷീ ഡൈഡ് ഐ ആം സോ ഗ്ലാഡ് ഫോർ യു. കാരണം എന്താണ് എല്ലാവരും നിന്നെക്കുറിച്ച്, ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒക്കെ നിന്നെക്കുറിച്ച് ഓർത്ത് വളരെ ഹാപ്പി ആയിരുന്നു. ഐ ഫീൽ ആസ് ഹാപ്പി ആസ് ഇഫ് യു വർ മൈ ഓൺ സൺ. അപ്പോൾ എനിക്കും അവളെ പോലെ തന്നെ സന്തോഷം ഉണ്ടായിരുന്നു, എൻ്റെ സ്വന്തം മകനെ പോലെയാണ് ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. She stopped, then continued very hesitantly. Unni has been bedridden for the last 8 years. അപ്പോൾ എന്നിട്ട് അമ്മ അങ്ങനെ സംസാരിച്ച് തുടങ്ങുകയാണ്, അതായത് മകൻ നമ്മൾ പറഞ്ഞല്ലോ സുഖമാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഉണ്ണി എന്താണ് 8 വർഷമായിട്ട് കിടപ്പ് തന്നെയാണ്. ദ ഇല്ലം ഈസ് ഇൻ റൂയിൻസ്, ഇല്ലമൊക്കെ തകർന്നു പോയി. ദ യങ്ങർ വൺ ഫിനിഷ്ഡ് ഹിസ് സ്റ്റഡീസ് ആൻഡ് ട്രൈഡ് ടു ഫൈൻഡ് എ ജോബ്. ചെറിയ ആളാണെന്നുണ്ടെങ്കിൽ കുറേ ജോലിയൊക്കെ ശ്രമിച്ചു നോക്കി. ദേ ടെൽ മീ ദാറ്റ് അപ്പർ കാസ്റ്റ് പീപ്പിൾ നോ ലോങ്ങർ ഹാവ് എ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഓർ ടു എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അവൻ പറയണം, അവന് അതായത് ഇന്നത്തെ പഴയ കാലത്തെ പോലെയല്ല, ഇപ്പോൾ അപ്പർ കാസ്റ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ എവിടെയും ജോലിയും എംപ്ലോയ്മെൻ്റ് ഒന്നും എഡ്യൂക്കേഷനൊന്നും കിട്ടുന്നില്ല എന്നാണ് പറയണം. എനിവേ ഹി ലെഫ്റ്റ് ഹോം, എന്തായാലും അവൻ വീട് വിട്ടുപോയി. ഐ ഹിയർ ദാറ്റ് ഹി സ്പെൻഡ്സ് ഹിസ് ടൈം ഗോയിങ് ടു മീറ്റിംഗ്സ് ആൻഡ് മേക്കിംഗ് പബ്ലിക് സ്പീച്ചസ്. ഉണ്ണി ഹാസ് എ ഡോട്ടർ ഓൾഡ് എനഫ് ടു ബി മാരീഡ്. ഇപ്പോൾ ചെറിയ ആൾ അങ്ങനെ പാർട്ടിക്കാർ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. മറ്റേ മകനാണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയുണ്ട്, ഹാസ് എ ഡോട്ടർ ഓൾഡ് എനഫ് ടു ബി മാരീഡ്, കല്യാണപ്രായമായ ഒരു കുട്ടിയുണ്ട്. Everyone said you would help Govindankutti. എല്ലാവരും പറഞ്ഞു നീ എന്നെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്. She pushed her grandson forward and spoke so softly that he could barely hear. If you can help us send this child to school, he would at least get a meal at noon. Bhagavan, Guruvayurappan, protect us. അപ്പോൾ അവർ പറയുകയാണ്, ആ കുട്ടി കേൾക്കാത്ത തരത്തിൽ ഇവനെങ്ങനെ മുന്നിലേക്ക് നിർത്തിയിട്ട് അവൻ്റെ അടുത്ത് ഗോവിന്ദൻകുട്ടിയുടെ അടുത്ത് പറയുകയാണ്, നിനക്ക് സഹായിക്കാൻ പറ്റുമെന്നില്ല, അറ്റ്ലീസ്റ്റ് ഇവനെ ഒന്ന് സ്കൂളിൽ ചേർക്കാനെങ്കിലും സഹായിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഉച്ചത്തെ ഭക്ഷണം അവിടെ നിന്ന് കിട്ടുമല്ലോ, അപ്പോൾ ഒരു നേരത്തെ ഇവൻ്റെ പട്ടിണിയെങ്കിലും മാറ്റാനായിട്ട് സാധിക്കുമല്ലോ എന്നാണ് ആ സ്ത്രീ പറയുന്നത്. He froze, inexpressibly shocked that Annapurneshwari herself should have to beg for an afternoon meal for her little grandson. Her charity had bore no fruit. അപ്പോൾ അവർ പറയുകയാണ്, അവർ അന്നപൂർണേശ്വരി ആയിട്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പിയിരുന്ന ആളാണ് ഇപ്പോൾ സ്വന്തം പേരക്കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ബെഗ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചെയ്ത ആ ചാരിറ്റി ഒന്നും ഒരു ഗുണം ഉണ്ടായില്ലേ. ദ ഫോർട്രസ് ഓഫ് അരിസ്റ്റോക്രസിയിലെ ഷാറ്റോഡ് അറ്റ് ഹർ സ്പീച്ച്. അപ്പോൾ ആ ഒരു എന്താ പറയുക, അരിസ്റ്റോക്രസീനെ കുറിച്ചുണ്ടായിരുന്ന ആ ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ അവൻ്റെ കാഴ്ചവെട്ടിൽ അങ്ങനെ വീണുടഞ്ഞു പോവുകയാണ്. Tears ran down his face. അപ്പോൾ അവന് കരച്ചിൽ സഹിക്കണില്ല. He bent, touched the dust off her feet and said, Forgive me, Amme, forgive me. Govindankutti is a sinner. He is cruel and ungrateful, and yet you do not curse me. അപ്പോൾ അവരുടെ അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്താണ് അത്രയും ദുഷ്ടനാണ്, അതേപോലെ ഒരു നന്ദിയില്ലാത്ത നന്ദി കെട്ടവനായിപ്പോയി, പക്ഷേ എന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും എന്നെ കേഴ്സ് ചെയ്യുന്നില്ലല്ലോ. ഇറ്റ് വാസ് us who destroyed your illam,
who took away the income ഫ്രം യുവർ ലാൻഡ്. അപ്പം ഞങ്ങളാണ് നിങ്ങളുടെ ഇല്ലം നശിപ്പിച്ചത്, അതേപോലെ തന്നെ നിങ്ങളുടെ ലാൻഡൊക്കെ ഇല്ലാതാക്കിയതൊക്കെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളായിരുന്നു. വി fought for the cause of the starving but forgot the hands that had once served us food. അപ്പം ഞങ്ങളാണ് ആർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള സ്റ്റാർവ് ചെയ്യുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളെ ചെയ്തത്, സാധാരണക്കാരായിട്ട് കർഷകർക്ക് വേണ്ടിയാണ് ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് അന്നം വിളമ്പിയിട്ടുള്ള നിങ്ങളെ ഞാൻ മറന്നുപോയി. ആൻഡ് യെറ്റ് യു ഡു നോട്ട് ഫൈൻഡ് ഫോൾട്ട് വിത്ത് us. എന്നാലും എന്നിലൊരു കുറ്റവും നിങ്ങൾ കാണുന്നില്ലല്ലോ. യു എൻവെലപ്പ് us in a blessing more powerful than a curse. കേഴ്സിനേക്കാൾ കൂടുതൽ ഇപ്പോഴും നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ്സ് ആണ് എൻ്റെ മേലെ കാണുന്നത്. I do not know if I can ever bring your younger son back to you. എനിക്കറിയില്ല നിങ്ങളുടെ ചെറിയ മകനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. Cannot even guarantee the noon meal for the child. എനിക്ക് ചിലപ്പോൾ ഈ ഒരു കുഞ്ഞിൻ്റെ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യം പോലും എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ സാധിക്കില്ല. But I have something to ask you. പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. Please be a mother to motherless ഗോവിന്ദൻകുട്ടി. അമ്മയില്ലാത്ത ഗോവിന്ദൻകുട്ടിക്ക് ഒരു അമ്മയായി മാറൂ. May the next generation inherit the love, the affection, the innocence that is your nature and that I have never encountered in anyone else. എനിക്ക് മറ്റൊരാളിലും കിട്ടിയിട്ടില്ലാത്ത ഒരു സ്നേഹവും അഫെക്ഷനൊക്കെ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും നിങ്ങളിൽ കൂടെ കിട്ടട്ടെ. ഹി ടോൾഡ് ദ സെക്രട്ടറി ടേക്ക് മൈ മദർ ടു ദ കാർ. അപ്പോൾ സെക്രട്ടറിയോട് പറയണേ അമ്മേനെ കാറിലേക്ക് കൂട്ടിക്കൊണ്ടു, മൈ മദർ എന്നാണ് പറയുന്നത്. ദെൻ ടെലിഫോൺ ആൻഡ് ടെൽ ദം that I cannot come for today's meeting. എന്നിട്ട് വിളിച്ചു പറയും ഇന്നത്തെ മീറ്റിംഗ് നടക്കില്ല എന്നുള്ളത്. I have duties that I cannot shrink. എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഡ്യൂട്ടികളുണ്ട്. I am a human being too and the son of a woman. ഞാനൊരു മനുഷ്യനാണ്, അതേപോലെ തന്നെ ഒരു സ്ത്രീയുടെ മകൻ കൂടെയാണ് എന്ന് പറയുന്നിടത്താണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത്. താങ്ക് യു.